ഹായ് എവരിവൺ. ഇപ്പം ടൈം 3 സംതിങ് ആയി മോർണിംഗ്. എനിക്കെന്തോ ഇത് റെക്കോർഡ് ചെയ്യാൻ തോന്നി. വേറൊന്നല്ല, എനിക്ക് 2-3 ദിവസമായിട്ട് ഭയങ്കര ഇമോഷണൽ പർച്ചിങ്. ലൈക്ക് നമുക്ക് ഒരു ഇമോഷണൽ പർച്ചിങ് ഉണ്ടാവുന്നുണ്ട്. അപ്പം എനിക്ക് കറൻ്റിൽ എനിക്കുണ്ട്. അപ്പം അത് ഷെയർ ചെയ്യാൻ കൂടിയിട്ടാണ് വരുന്നത്. അപ്പം ഇപ്പോൾ 29, 13 ഈ ഒരു ഡേറ്റെല്ലാം നമ്മളെ സ്ട്രോബെറി ഫുൾ മൂൺ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ആ ഒരു ഫുൾ മൂണിലേക്കുള്ള ഇത് നമുക്ക് കൊണ്ടുവരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ പർപ്പസിലേക്ക് കടക്കാനുള്ള ഒരു ലാസ്റ്റ് സ്റ്റെപ്പ് എന്നൊക്കെ പറയാം. നമുക്കെന്താ വേണ്ടതെന്നുള്ളതിൻ്റെ ക്ലാരിറ്റി നമുക്ക് ചിലപ്പം ഈ ഒരു പോർട്ടൽ ലൈക്ക് നമുക്കിനിയിപ്പോൾ വരുന്നത് 7-7 പോർട്ടലാണ്. അപ്പം ആ ഒരു പോർട്ടലിലോട്ട് അടുക്കുന്നതും പിന്നെ ഈ ഒരു സ്ട്രോബെറി ഫുൾ മൂണിൻ്റെയും പിന്നെ അങ്ങനെ കുറേ ചേഞ്ചസ് ഉള്ളത് കാരണം ഓവർ പർച്ചിങ് നമുക്കുണ്ടാവാം. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെഗറ്റീവ് എനർജി ഹിറ്റിങ്ങെല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം അതേപോലെ തന്നെ നമുക്ക് നമ്മൾ വിസ്ഡം തേടിയിട്ടാണ്, നമ്മൾ വിസ്ഡം സീക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പീപ്പിൾസാണ് കൂടുതൽ. അപ്പം ആ ഒരു വിസ്ഡത്തിലേക്ക് എത്താനുള്ള ഒരു ക്ലാരിറ്റി, ഒരു മെൻ്റൽ ക്ലാരിറ്റി നമുക്ക് വരും. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് ചിലർക്ക് അവേക്കനിങ് നടക്കുന്നുണ്ടാവും. ലൈക്ക് അവേക്കനിങ്ങിൻ്റെ ആ ഒരു സ്റ്റേജസിൻ്റെ ലാസ്റ്റ് ആവാനുണ്ടാവും. ചിലർക്ക് ഇൻറ്റ്യൂഷൻ വർദ്ധിക്കുന്നുണ്ടാവാം. വേറെ ആൾക്കാർക്ക് ത്രോട്ട് ചക്ര നല്ല ലൈഫിലേക്കൊരു ക്ലാരിറ്റി, നമ്മൾ പർപ്പസിലോട്ട് അടുക്കുന്ന സമയത്താണ് നമുക്ക് ഇൻറ്റ്യൂട്ടീവില് ഭയങ്കര നമുക്ക് നെക്സ്റ്റ് മൊമെൻ്റ് നമുക്ക് നമുക്കത് കാണാൻ പറ്റും. എസ്പെഷ്യലി ട്വിൻ ഫ്ലെയിം ജേർണീസിലൊക്കെ പോകുന്ന ആൾക്കാർക്ക് ഡി എഫിനെല്ലാം കൂടുതലും DMൻ്റെ എനർജീസ് കൂടുതലും വരാൻ ചാൻസ് ഉണ്ട്. കൂടുതലും ആ ഒരു നമ്മളെ എനർജി സക്ക് ചെയ്യുന്നത് ഒന്നും നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ ഒരു ക്രൗഡിലെല്ലാം നമ്മൾ നിൽക്കുന്ന സമയത്ത് നമുക്കതൊരു ഇമോഷണൽ പർച്ചിങ്ങെല്ലാം വരുന്നത്, അല്ലെങ്കിൽ നമുക്ക് ആൻസൈറ്റി തിങ്സ് എല്ലാം വരുന്നത് ആ ഒരു നമ്മളെ എനർജി സക്ക് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. അപ്പം കുറേ കാര്യങ്ങളിൽ നമ്മളെ ബൗണ്ടറീസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. സോ ഐ തിങ്ക് അപ്പർ ചക്രാസ് എല്ലാം കുറച്ചും കൂടി ആക്റ്റീവ് ആവുന്ന ടൈമാണ്. പിന്നെ കൂടുതലും മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഒന്ന് തേർഡ് ഐ, പിന്നെ ത്രോട്ട് ചക്ര, ഇതൊക്കെ ഹാർട്ട് ചക്ര, ഈ ഒരു അപ്പർ ചക്രാസ് എല്ലാം കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുക. പിന്നെ ഗ്രൗണ്ടിങ് നന്നായിട്ട് ചെയ്ത് കൊടുക്കുക. ഗ്രൗണ്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓവറായിട്ട് വരുന്ന എനർജീസ് എല്ലാം ഗ്രൗണ്ടിങ് ആയിട്ട് പോകും. അപ്പം അതൊക്കെ ചെയ്യുന്ന സമയത്ത് ഐ തിങ്ക് യൂഷ്വലി അതായിരിക്കും ബെറ്റർ, ഗ്രൗണ്ടിങ് ചെയ്തിട്ട് അപ്പർ ചക്ര നോക്കുന്നത്. സോ അത് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇതെന്തുകൊണ്ട് ഈ നൈറ്റ് ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് പറയായിട്ടൊരു സമാധാനമില്ല. എനിക്കെന്തോ ഇതിങ്ങനെ ചെയ്യണം എന്നുള്ള ചിലപ്പോൾ എൻ്റെ സോൾ തന്നെ എന്നോട് പറഞ്ഞുകൊടുക്കുന്നതായിരിക്കും. കുറേ നേരം ഇങ്ങനെ ആ ഒരു പർജിങ്ങിൻ്റെ ആ ഒരു മുകളിൽ എനിക്ക് പറയണം തോന്നും. അപ്പം കുറേ പേർക്കൊക്കെ അങ്ങനെ ഒരു എനർജി ഇപ്പം പിന്നെ ഇമോഷണൽ ബാലൻസ് എല്ലാം ഈ സ്ട്രോബെറി ഫുൾ മൂണിന് ശേഷം ഐ തിങ്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എനിക്ക് ഇൻഡ്യൂട്ടീവിൽ അങ്ങനെ വന്നു. പിന്നെ കോൺവെർസേഷൻ, അത് ത്രോട്ട് ചക്ര, അതിനാണ് ക്ലാരിറ്റി വരും, ഇൻഡ്യൂഷൻ വർദ്ധിക്കും. അപ്പോൾ നമുക്ക് കൂടുതലും പിന്നെ നമ്മുടെ ഹാർട്ടിന് ഹീലിങ്ങിന് വേണ്ടിയിട്ടൊരു ടെക്നിക്കാണ്. നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്യുന്ന സമയത്ത് ഒരു ഡിവൈൻ ലൈറ്റ്, അല്ലെങ്കിൽ ഒരു ഗ്രീൻ ലൈറ്റോ ഒരു പിങ്ക് ലൈറ്റോ അല്ലെങ്കിൽ ഒരു വൈറ്റ് ലൈറ്റോ കൊണ്ട് നമ്മൾ ഹാർട്ടിലൂടെ നമ്മുടെ ബോഡിയിലേക്ക് കയറിയിട്ട് നമ്മൾ എക്സേൽ ചെയ്യുമ്പോൾ നോസിലൂടെ ബ്ലാക്ക് കളറായിട്ടുള്ള ലൈറ്റ് പുറത്തേക്ക് പോകുന്നതായിട്ടും ഇമാജിൻ ചെയ്യുക. ലൈക്ക് നമ്മൾ നോസിലൂടെ തന്നെയാണ് ശ്വാസം ഉള്ളോട്ട് എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നതും. പക്ഷെ നമ്മൾ ഇമാജിൻ ചെയ്യുക ആ ഒരു ശ്വാസം ഉള്ളിലോട്ട് എടുക്കുമ്പം ഹാർട്ട് ചക്രയിലൂടെ നമ്മൾക്ക് ആ ഒരു ഡിവൈൻ ലൈറ്റിലോട്ട് കയറുന്നതും, ശ്വാസം വിടുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള അഴുക്കുകൾ അല്ലെങ്കിൽ നമ്മൾ ഓറയിൽ പറ്റി പിടിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം നോസിലൂടെ ബ്ലാക്ക് ലൈറ്റായിട്ട് പുറത്തോട്ട് പോകുന്നു. അങ്ങനെ ഇവൻ ചെയ്ത് കഴിഞ്ഞാൽ ഹാർട്ട് ചക്ര കുറച്ചും കൂടെ ക്ലെൻസ്ഡ് ആവാൻ ചാൻസ് ഉണ്ട്. അതിലും ഒരു ചെറിയ ടിപ്സാണെന്നല്ല,
പിന്നെ ഗ്രൗണ്ടിങ് ചെയ്യുമ്പം കൂടുതലും മോർണിംഗെല്ലാം ജസ്റ്റ് ചെരുപ്പിടാണ്ട് നടക്കുക. പിന്നെ ക്രൗഡിലെല്ലാം നിൽക്കുന്ന ടൈമിൽ ഒരു ചെയ്യാൻ പറ്റിയൊരു ടിപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിൽക്കുന്ന ഒരു പോയിന്റിൽ നിൽക്കുന്ന ഒരു നമ്മൾ എങ്ങനെയാണ് നിൽക്കുന്നത് അതൊരു വിഷയമല്ല. ആ നിൽക്കുന്ന മൊമെൻറ്റിൽ നമ്മുടെ കാലിൻ്റെ അടിയിൽ നിന്ന് ഒരു വേരിങ്ങനെ ഭൂമിൻ്റെ അടിയിലേക്ക് പോകുന്നത് അത് നമ്മളാ ഒരു സോഷ്യൽ ആൻസൈറ്റി അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കും. ആ ഒരു പിന്നെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്രൗണ്ടിങ്ങിൻ്റെ കാര്യത്തിൽ ഇത്ര എനിക്കിപ്പോൾ പറയാനുള്ളൂ. പിന്നെ ഓവറായിട്ട് എന്താണ് ട്വിൻ ഫ്ലെയിം ജേർണിയിലൊക്കെ പോകുന്ന ആൾക്കാർക്കാണെങ്കിൽ ഓവറായിട്ട് ഇമോഷണൽ പർച്ചിങ്ങെല്ലാം വരുന്നുണ്ടെങ്കിൽ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുക. പിന്നെ എന്താ പറയുക, നമുക്ക് ഓവറായിട്ട് ഡീമൻ്റെ എനർജി അല്ലെങ്കിൽ ആ ഒരു ഇമോഷണൽ പർച്ചിങ്ങെല്ലാം നമ്മളിലേക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഡിവൈനോട് പറയുക, അല്ലെങ്കിൽ ഡിവൈനോട് സറണ്ടർ ചെയ്യുക. എന്നിലേക്ക് വരുന്ന എനർജീസ് തിരിച്ച് അവരിലേക്ക് തന്നെ പൊക്കോട്ട് എന്നുള്ള രീതിക്ക്. ഇപ്പോൾ DMൻ്റെ എനർജി ആണെന്ന് ഒരു DFന് മനസ്സിലായി കഴിഞ്ഞാൽ അവർക്ക് അൺകണ്ടീഷണൽ ലവ് സെൻഡ് ചെയ്തിട്ട് അത് ഡിവൈനിൽ സറണ്ടർ ചെയ്താൽ മതി. അത് ആ ഒരു രീതിക്ക് അതവിടെ തീരും. കാരണം അവരുടെ ഇമോഷൻസ് നമ്മളിലേക്ക് ഇതാവുന്നത് നമ്മളെ എനർജീനെ ലോ ചെയ്യാൻ ഉള്ളതായിരിക്കും. ലൈക്ക് അവർ നമ്മളെ എനർജി വൈസ് അവർ നമ്മളെ എനർജി സക്ക് ചെയ്തിട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ എനർജി സക്കിങ് നിർത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അവർക്ക് അൺകണ്ടീഷണൽ ലവ് സെൻഡ് ചെയ്തിട്ട് നമ്മൾ ബൗണ്ടറീസിൽ അല്ലെങ്കിൽ നമ്മളെ ബൗണ്ടറിക്കുള്ളിൽ നമ്മൾ നിൽക്കുക. അത് ഏറ്റവും കൂടുതൽ നമ്മളെ എനർജീനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും നമ്മളവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാനുള്ള ഒരു വേ ആയിട്ട് ആണ് ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രേ പറയാനുള്ളൂ. താങ്ക് യു.